അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ്. അപ്പോൾ അതിന് കുറച്ച് മൈദ എടുത്ത് ബോൾസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ: വലിയ ഉള്ളി ഒരു 3 ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് വെച്ചത്, കുരുമുളക്, ചിക്കൻ പൊരിച്ചുകൊണ്ട് ചെറുതാക്കി വെച്ചത്, 4 മുട്ട ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പിടുക. ഇത് റസ്ക് പൊടിച്ച് വെച്ചതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇതിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ട് വരാം. അരിഞ്ഞ് വെച്ച ഉള്ളിയൊക്കെ നമുക്കൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടി ചൂടാവട്ടെ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. ചട്ടിയൊക്കെ എണ്ണയൊക്കെ നല്ല ചട്ടിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലതിന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ എല്ലായിടത്തും കൊടുക്കട്ടെ. ഇനി നല്ലൊന്ന് വാടി വരുന്നത് വരട്ട് ഒന്ന് മൂടി വെക്കുക. ഈ കപ്പുകൊണ്ട് ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മൾ പച്ചമുളകും ഇഞ്ചും മല്ലിയിലും കറിവേപ്പിലൊക്കെ നല്ല ഇതിൽ വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെറുതാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. ഉള്ളി വഴണ്ടി വരാനും ഉപ്പിട്ട് കൊടുത്താൽ അപ്പം നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിലേക്കുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഗ്യാസൊക്കെ ഓഫാക്കട്ടെ. മിക്സൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോൾസാക്കി വെച്ചത് ഒന്നെടുത്തിട്ട് പ്രസ്സിൽ വെച്ച് പരത്തി കുറച്ച് എണ്ണ പരട്ടി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഈ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റോളാക്കുക.
മിക്സിയിൽ മുക്കുക. പിന്നെ റസ്ക് പൊടിയിലൊന്ന് ഈ മാവ് ഫുള്ളും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. എൻ്റെ ചിക്കൻ റോള് റെഡിയായി. ഇനി ഇത് ഓരോന്നും ഇങ്ങനെ റോളാക്കി എടുത്തിട്ട് പൊരിച്ചിട്ട് കാണാം. ഇനി നമ്മളെ ചിക്കൻ റോള് എണ്ണ ചൂടായിട്ട് ഇതിൽ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നല്ല ചൂടായി വരട്ടെ. നമ്മളെ ചട്ടിയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഈ ഉണ്ടാക്കി വെച്ച ഓരോ ചിക്കൻ റോൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പം നമ്മളെ ചിക്കൻ റോൾ റെഡി. അപ്പോൾ ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. അസ്സലാമു അലൈക്കും.